നമസ്കാരം. മലബാർ മീഡിയ ന്യൂസ് ഇന്ന് വന്നു നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഇവിടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുള്ള ആയിഷ ആനേടി എന്ന് പറഞ്ഞ ആ കൊച്ചി മിടുക്കിയെ കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. കുഞ്ഞി പ്രായത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തകയും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കുഞ്ഞി ആയിഷ മോളുടെ ഒപ്പമാണ്. അപ്പോൾ ആയിഷ മോളുടെ ഒന്ന് രണ്ട് കൊച്ചു വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി. നമസ്കാരം. മലബാർ മീഡിയ ന്യൂസിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആയിഷക്കുട്ടിയുമായിട്ട് ഇന്നത്തെ ദിവസം പങ്കിടുന്നത്. ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുൻപും അതിന് ശേഷവുമുള്ള ആയിഷക്കുട്ടിയുടെ ലൈഫിനെ കുറിച്ച് ചെറിയ വാചകങ്ങളൊന്ന് സൂചിപ്പിക്കാവോ? സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചോറ് നിൽക്കുന്ന വാടക വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആയിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ആശാനോട് പറഞ്ഞു ഒരു ഫ്ലെക്സ് ഒട്ടിച്ചേരാം. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തുടങ്ങിയത്. പിന്നെ അഭിഷാദ് ഗുരുവായൂർ സാറിൻ്റെ വീഡിയോ ചെയ്ത് സാറിൻ്റെയാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അപ്പോൾ സാറിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ വൈറലായി. പിന്നെ സാറ് വീട്ടിലൊക്കെ വന്നു, ഒത്തിരി സന്തോഷമായി. പിന്നെ ഈ അടുത്ത് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ, തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ തട്ടം വിഷയത്തിൽ വൈറലായിരുന്നു. അപ്പോൾ മുമ്പ് ഇങ്ങനെയായിരുന്നു, ശേഷം ഇപ്പം ഒത്തിരി വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സജീവമായതിനു ശേഷം നല്ല നല്ല മാറ്റങ്ങളിലേക്ക് വരാൻ സാധിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ ഒത്തിരി ആൾക്കാരെ കണ്ടു. തണലിൻ്റെ രക്തദാന സേനയുടെയും മികച്ച സാമൂഹ്യ കോർഡിനേറ്റർമാരുടെയൊക്കെ പ്രോഗ്രാം കണ്ടു. അവർക്ക് കൊടുക്കാനുള്ള ആയിഷക്കുട്ടിയുടെ മനസ്സിൽ നിന്നും അവർക്ക് കൊടുക്കാനുള്ള ചെറിയൊരു മെസ്സേജ് തരാമോ? സഹജീവിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ തൂവിരൽ തുമ്പിയുയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ തോളിൽ കൈത്തലമർപ്പിച്ച് അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ചതല്ല നമ്മുടെ ഒരു പ്രവർത്തനം. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. അഭിഷാദ് സാറ് പകർന്നു തന്ന കുറേ ആപ്തവാക്യങ്ങൾ അല്ലെങ്കിൽ കുറേ നല്ല ആശയങ്ങളുണ്ട്. അതിൽ നിന്നും ഒരു നല്ല മെസ്സേജ് മലബാർ മീഡിയ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാമോ? പ്രോബ്ലം ഈസ് നോട്ട് പെർമനന്റ്. ഒരു പ്രശ്നവും സ്ഥിരമല്ല. പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ എൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഇത്. ചിഗുര ഹെയർ ഓയിൽ. ഇത് മുടി കൊഴിച്ചിൽ, താരൻ, അകാരനര ഇതിനൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ 100% നാച്ചുറലാണ്. ഹാംഫുള്ളായ ഒരു കെമിക്കലും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. ഇതുപോലെ മറ്റൊന്നുണ്ട് സ്നിഗ്ധ ബേബി ഓയിൽ. അതും 100% നാച്ചുറലാണ്. ഹാംഫുള്ളായ ഒരു കെമിക്കലും അതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. നമ്മളിത് തുടങ്ങുന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറേ പേര് ചാരിറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. കിഡ്നിയുടെ പ്രശ്നമൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ് മിക്കപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. വാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടു. ആയിഷക്കുട്ടി ചാരിറ്റി ചെയ്യുന്നതിൽ ഏറ്റവും മഹത്തമായിട്ടുള്ള ഒരു മാർഗമാണ് വെറുതെ പണം എണ്ണിക്കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചിഗുര എന്ന് പറയുന്ന ഹെയർ ഓയിൽ വാങ്ങിക്കൊണ്ട് എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് ആയിഷക്കുട്ടി പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ നിശ്ചിത ശതമാനം ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആയിഷക്കുട്ടി മലബാർ മീഡിയ ന്യൂസിന് വേണ്ടിയിട്ട് ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു.